ഈ ധനവാനായ ചെറുപ്പക്കാരിൽ നിന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ദൂതെന്ത്? നിങ്ങൾ ധനത്തെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. അപ്പോൾ അതിന്റെ ചിന്ത ധനം പാപമാണോ എന്നാണോ? അല്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ത്? കുഞ്ഞുങ്ങളെ, ധനത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ധനമല്ല വിഷയം, ധനത്തിലുള്ള നമ്മുടെ ആശ്രയം. അതെന്താ? പലപ്പോഴും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ആശ്രയം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയം, ധനം കൂടുമ്പോൾ ആശ്രയം കുറയും. നമ്മുടെ കുഞ്ഞിന് ഒരു രോഗം വന്നു, എന്തു ചെയ്യും? നല്ലൊരു ഡോക്ടറിന്റെ അടുക്കൽ പോവും. അവിടെ വിടുന്നില്ലെങ്കിൽ വലിയൊരു ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലും. അങ്ങനെ ചികിത്സിച്ച് കഴിയുമ്പോൾ ഏകദേശം പേഴ്സ് ശൂന്യമാവും. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത റൂമിൽ താമസിക്കുന്ന പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിക്കും, കൊച്ചു സൗഖ്യമാവും. അതെന്താ ഇത് ആദ്യം ചെയ്യാത്ത? നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോൾ പലപ്പോഴും നമ്മുടെ ആശ്രയം. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നു, ഇട്ടുമൂടാൻ കോടികൾ ഡോളറുകൾ നിനക്കുണ്ടെങ്കിലും അന്നുള്ള ആഹാരം യേശുവിനോട് ചോദിച്ചു വാങ്ങാൻ നിനക്ക് കഴിയുമെങ്കിൽ, അതാ തീ മനസ്സിലാക്കിയ നമ്മുടെ അപ്പച്ചന്മാർ പാടി, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാം ഞങ്ങൾ കേൾക്കണമേ.